കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കാൻ പോണത്. ഇതിപ്പോൾ നമ്മൾ ബാത്റൂമിലൊക്കെ വയ്ക്കുന്ന കപ്പാണ് കേട്ടോ. അപ്പോൾ ആ ബാത്റൂമിലൊക്കെ ഉള്ളിലൊക്കെ വയ്ക്കുന്ന കപ്പിൽ നമ്മളെപ്പോഴും ഈ ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് ഉള്ളിലൊരു വഴുവഴുപ്പ് വരും ചെയ്യും. പിന്നെ സോപ്പ് പത അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ ആകെ ഒരു വഴുക്കൽ വരും ചെയ്യും. പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കും ചെയ്യും. കണ്ട, ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ പഴയ കപ്പിൻ്റെ ഒരു അവസ്ഥ കേട്ടോ. ഇതിങ്ങനെ ഉപയോഗിക്കാണ്ട് നമ്മൾ വേറെ ഭാഗത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ കളർ വന്നപ്പോൾ നമ്മൾ മാറ്റിയെടുത്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് വെള്ളമൊക്കെ ആകുമ്പോൾ തന്നെ പെട്ടെന്ന് അഴുക്ക് പിടിക്കും. പിന്നെ നമ്മൾ ഈ ടാങ്കിൽ നിന്ന് വരുമ്പോൾ വെള്ളം അടിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ടാങ്കിൽ ഇങ്ങനെ അടിയിൽ നല്ലോണം അഴുക്ക് വരുന്ന കാരണം ബക്കറ്റിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വഴുവഴുപ്പും വരും. പിന്നെ എന്താ പറയുക, ഈ അഴുക്ക് നന്നായി പിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കപ്പ് അടിപൊളിയായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനുള്ളൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ അതാ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചെടുക്കാം കേട്ടോ. നന്നായി ഒന്ന് നനച്ച് എടുക്കാം. കുറച്ച് നാൾ ഉപയോഗിക്കാണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു. കുഴൽക്കിണറിലെ വെള്ളമാകുമ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് അഴുക്ക് വരും കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് ഉള്ളിലൊക്കെ അഴുക്ക് പിടിച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മതി ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ഉപ്പ് പൊടിയാണ് കേട്ടോ. പൊടിയുപ്പാണ് കേട്ടോ നമുക്ക് മെയിനായിട്ട് ഫസ്റ്റ് തന്നെ ആവശ്യമുള്ളത്. കല്ലുപ്പല്ല, പൊടിയുപ്പാണ് ആവശ്യം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പൊടിയുപ്പ് എടുത്തിട്ട് വരാം. അതാ 2 കപ്പാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ എത്ര അളവിൽ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതേ പൊടിയുപ്പ് എടുക്കാം കേട്ടോ. പൊടിയുപ്പാണ് ഇതിന് ബെസ്റ്റ്. അപ്പോൾ പൊടിയുപ്പ് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഉരയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബ് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. പാത്രം മോറാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ സ്ക്രബില്ലേ, അങ്ങനെയൊന്നും ഉപയോഗിക്കരുത്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ കവറില്ലേ, അത് ഉപയോഗിച്ചിട്ട് നമ്മളിത് കഴുകിയാൽ മതി കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബ് ഒരിക്കലും ഉപയോഗിക്കരുത്. പിന്നെ സ്പോഞ്ചൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചോട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ഒക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളമൊന്നും നനച്ചത്. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നമുക്കത് കളഞ്ഞതിന് ശേഷം ഉപ്പ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കവറിലിട്ടിട്ട്, കവറിലാവുമ്പോൾ ഉള്ളിൽ കടത്തിയിടുമ്പോൾ നമ്മുടെ കയ്യിനൊന്നും കംപ്ലൈൻറ്റുകൾ വരില്ല കേട്ടോ. ഉപ്പാവണ സമയമായ കാരണം കുറച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ കയ്യിന് ചിലവർക്ക് ചില കംപ്ലൈൻറ്റുകൾ വരും. അപ്പോൾ കവറിൻ്റെ ഉള്ളിൽ കൈ ഇട്ടിട്ട് നമ്മൾ ഈ ഉപ്പ് പുറത്തുകൂടെ അങ്ങോട്ട് തേച്ച് കൊടുത്താൽ മതിയിട്ട്. അപ്പോൾ നമ്മുടെ കൈക്കൊന്നും ഒരു കുഴപ്പവും വരില്ല കേട്ടോ. നന്നായിട്ട് നമ്മുടെ ഈ എല്ലാ ഭാഗത്തും ഉപ്പ് പൊടി ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഈ ഉൾഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ ടൂത്ത് ബ്രഷ് ഇല്ലേ, പഴയ ടൂത്ത് ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉരച്ച് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ വീട്ടിൽ സാധാരണ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊന്നും ഉപയോഗിക്കാം, ഇങ്ങനെ ഒത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ബ്രഷ് കൊണ്ട് ഉള്ളു ഭാഗങ്ങളിലും ഈ പുറം ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് നമ്മുടെ ഈ ഉപ്പുപൊടി വെച്ചിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നല്ലോണം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, പെട്ടെന്ന് തന്നെ ക്ലീൻ ആവട്ടെ. അങ്ങനെ കുറേ നേരം തേച്ച് വെക്കൊന്നും വേണ്ട. ഉപ്പ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ തന്നെ കപ്പ് നല്ലോണം ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ വെള്ളക്കപ്പ് ഒരുവിധം ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഈ പച്ചക്കപ്പിൻ്റെ അവസ്ഥ കണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ഉപ്പിട്ട് ഉരയ്ക്കുമ്പോൾ തന്നെ ക്ലീൻ ആവും. കണ്ടാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഉപ്പ് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ. അടിപൊളിയാണ്. അത് മെയിനായിട്ട് നമ്മുടെ പൊടിയുപ്പ് കിട്ടുക. നമ്മളിതുപോലെ തന്നെ ഒരു ബക്കറ്റ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് സൂപ്പറായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിക്കാണ്ട് വെച്ച കപ്പായിരുന്നു കേട്ടോ. ഇത് കുഴൽക്കിണറായ കാരണം തന്നെ പെട്ടെന്ന് നമ്മുടെ വെള്ളമൊക്കെ ഇതുപോലെ ബക്കറ്റിലും ഇതിലൊക്കെ കംപ്ലൈൻറ്റ് വരും കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ വേറെ ബക്കറ്റിനൊന്നും അധികം ഇതൊന്നും പിടിക്കില്ല കേട്ടോ. കണ്ട നന്നായി ഉരച്ച് വൃത്തിയാക്കുക കേട്ടോ. അപ്പോൾ തന്നെ സൂപ്പറായിട്ട് കപ്പൊക്കെ ആകെ തിളങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളാദ്യം ബ്രഷ് ഉപയോഗിച്ചല്ലോ, ആ ബ്രഷ് ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡുകളിലും ഒക്കെ ഉൾഭാഗങ്ങളിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുത്താൽ തന്നെ നല്ലോണം ക്ലീൻ ആവും കേട്ടോ. പിന്നെ നമ്മൾ പഴയ ബ്രഷുകൾ, ടൂത്ത് പേസ്റ്റ് ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കളയേണ്ടതുപോലെ ക്ലീനിങ്ങിനൊക്കെ വരുമ്പോൾ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ കപ്പൊക്കെ ഒന്ന് കഴുകി നോക്കട്ടെ കേട്ടോ, എന്നാൽ ക്ലീൻ ആയിട്ടുണ്ടെന്ന്. നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു ലിക്വിഡ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഹാൻഡ് വാഷ്, മറ്റേ ഷാമ്പുവാ, വിം ലിക്വിഡ് അങ്ങനെയൊക്കെ ഉണ്ടില്ലേ, അതൊക്കെ എന്തെങ്കിലും നമ്മളെടുത്തിട്ട് നമ്മൾ ആദ്യമേ ഉപയോഗിച്ച ഈ കവർ തന്നെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഈ ലിക്വിഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചിട്ട്, ഞാനിപ്പോൾ ഹാൻഡ് വാഷാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന്, ഇതൊന്നും ഓപ്ഷനിലല്ല, നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഉപ്പിൻ്റെ ഇതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചൊന്ന് ക്ലീൻ ചെയ്യണമെന്നുള്ളൂ കേട്ടോ. വേറെ ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കുഴൽക്കിണറൊക്കെ ആകുമ്പോൾ എന്തായാലും
ഈ ടാങ്കിലും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വൃത്തികേടാവും, അത് വഴുവഴുപ്പൊക്കെ വരും. എപ്പോഴും ഉപയോഗിക്കുന്ന കപ്പുകളൊക്കെ ആകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും അടിപൊളിയായിട്ട് കപ്പുകൾക്കൊന്നും വലിയ കംപ്ലൈൻറ്റുകളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.